അപ്പോൾ നമുക്ക് പാർട്ട് 2 തുടങ്ങിയല്ലോ. ഓക്കെ, ഫേവറേറ്റ് സെലിബ്രിറ്റി. അതും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും ഒക്കെ എനിക്കിഷ്ടമാണ്. സോ പറയാനാണെങ്കിൽ നമുക്ക് കുറേ ലിസ്റ്റ് ഉണ്ട്. ബട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് പേരുടെ കാര്യം പറയാൻ പറ്റും. സോ അങ്ങനെ പറയുവാണെങ്കിൽ വിക്കി കൗശൽ ആൻഡ് ദുൽഖർ സൽമാൻ ആണ് എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സ്. ആൻഡ് മോഹൻലാൽ ഓഫ് കോഴ്സ്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ ഒരുപാട് ആക്ടേഴ്സിനെയും ഇഷ്ടമാണ്. ഞാൻ പർട്ടിക്കുലർലി ജസ്റ്റ് പറഞ്ഞുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ളവരാണെങ്കിലും തമിഴിലാണെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാവരും ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് മിക്കവരെയും എനിക്കിഷ്ടമാണ്. ഓക്കെ, ദെൻ നോൺ ലാംഗ്വേജസ്. ഓക്കെ, സോ അതർ ദാൻ മലയാളം, തമിഴ് അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അതിൽ തമിഴ് എനിക്ക് സംസാരിക്കാനും പിന്നെ കേട്ട നന്നായിട്ട് മനസ്സിലാവും, നന്നായിട്ട് സംസാരിക്കാനും ഐ എം ഓക്കെ. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ് തമിഴ്. അതെനിക്ക് പഠിക്കണമെന്നുണ്ട്, വെരി സൂൺ പഠിക്കണമെന്നുണ്ട്. എൻ്റെ സൈഡിലും അച്ഛനൊക്കെ അറിയാം. പക്ഷെ എനിക്ക് എഴുതാനും വായിക്കാനും തമിഴ് ചില ലെറ്റേഴ്സ് ഒക്കെ തപ്പി കിട്ടിയാലും അല്ലാണ്ടൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, റീഡ്, റൈറ്റ്, സ്പീക്ക് എവറിത്തിങ്. ഓക്കെ, സോ 4 ലാംഗ്വേജസ്. ഫേവറേറ്റ് ഹോബി, അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് തിങ്സ് ദാറ്റ് ഐ ലവ്, ദാറ്റ് മേക്സ് മീ ഹാപ്പി, അതിലൊക്കെ ഉള്ള കാര്യമൊക്കെ തന്നെ. വാച്ചിങ് മൂവീസ്, സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഹസ്ബൻഡ്. ലൈക്ക് ഇപ്പോൾ ചെറിയ ചെറിയ ട്രാവൽ, ലൈക്ക് ഇപ്പം ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിനൊക്കെ പോയിട്ട് വരുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, ഒരു ചെറിയ റൈഡ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഐ ലൈക്ക് ഇറ്റ്. അതൊക്കെ എൻ്റെ ഹോബീസാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതുപോലെ വീഡിയോസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അതിനിഷ്ടമാണ്. സോ ഇതൊക്കെ തന്നെയാണ് ഹോബീസ്. ദെൻ ആൻഡ് ഈറ്റിംഗ്, സംതിങ് ഐ വിഷ് ഫോർ. ഐ തിങ്ക് പീസ്, ഹാപ്പിനെസ്, ഹെൽത്ത്, വെൽത്ത്, പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരുടെയും ഒരു ബേസിക് ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരിക്കും? സന്തോഷം, സമാധാനം, ഇത് തന്നെ ആയിരിക്കത്തില്ല. കാരണം ഈ രണ്ട് കാര്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും എല്ലാം ചെയ്യുന്നത്. കഷ്ടപ്പെട്ടപ്പോൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ലൈക്ക് വാട്ട് എവർ. സോ എനിക്ക് അത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ലൈക്ക് എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതിലെല്ലാം സന്തോഷം ഉണ്ടായിരിക്കണം, സമാധാനം ഉണ്ടായിരിക്കണം. ആൻഡ് ഹെൽത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാണ്ട് ഇരിക്കാൻ പറ്റണം. അതൊക്കെ തന്നെയല്ലേ മെയിൻ കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് മെയിൻ ആഗ്രഹം. ദെൻ അംബിഷൻ, ഡ്രീം, ഗ്രേറ്റസ്റ്റ് വിഷ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെറുത് കണ്ടു. സോ മൈ ഗ്രേറ്റസ്റ്റ് അംബിഷൻ ആസ് ഓഫ് നൗ, എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നന്നായിട്ട് ഈ പറഞ്ഞ ഒത്തിരി ലവ്ലി സബ്സ്ക്രൈബേഴ്സുമായിട്ട് എനിക്കൊരു നല്ലൊരു യൂട്യൂബ് ഫാമിലി ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇൻസ്റ്റ ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഇത് എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഫാമിലിയാണ്. സോ ഫാമിലി മെമ്പേഴ്സ് കൂടി വരണം. ആൻഡ് നല്ല നല്ല കണ്ടൻറ്റ്സ് ചെയ്യാൻ പറ്റണം. ഒത്തിരി നിങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റണം. ആൻഡ് യാ, സോ അത് തന്നെയാണ് ഗ്രേറ്റസ്റ്റ് ആംബിഷൻ. എപ്പോഴത്തേക്ക് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് വിഷ്. ആൻഡ് അതുവഴി ഇൻകം ആണെങ്കിലും ഒത്തിരി നല്ല കൊളാബറേഷൻസ് ഒക്കെ ചെയ്യാനും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റണം. അത് തന്നെയാണ് മെയിൻ ഇപ്പോഴത്തെ ഒരു അംബിഷൻ എന്ന് പറയുന്നത്. ദെൻ ഡ്രീം, വേറൊരു ഗ്രേറ്റസ്റ്റ് വിഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏതൊരു സാധാരണ ആളെ പോലെയും ലൈക്ക് സ്വന്തമായിട്ടൊരു വീട് ഐ ഹാവ് ടു ബിൽഡ് ഇൻ മൈ ഓൺ. അപ്പം എനിക്ക് സ്വന്തമായിട്ട് അത് ചെയ്യണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ആൻഡ് നമ്മളൊരു ഫാമിലി, നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു വീട് ഇതായിട്ട് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ആക്ച്വലി എനിക്ക് പണ്ട് തൊട്ടേ കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു ആഗ്രഹം. ഐ ഡോണ്ട് നോ ലൈക്ക് അത് എവിടെ നിന്നാണ് എൻ്റെ മനസ്സിൽ കയറി പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ അതിന് മുമ്പ് തൊട്ടേ ഉള്ള ഒരു കാര്യമുണ്ട്, ഒരു വിഷാണത്. അത്രമാത്രമേ ആ ഒരു ഡ്രീം പണ്ട് തൊട്ടേ മാറാണ്ട് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഫാമിലി ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് ലൈക്ക് ഹൗസ് ആൻഡ് ഫാമിലി എവറിത്തിങ്. യാ, വാട്ട്സ് മൈ ടൈപ്പ്, എൻ്റെ പേഴ്സണാലിറ്റി ആണ് പറയുന്നത്. ലൈക്ക് ഐ തിങ്ക് എൻ്റെ ഇൻസ്റ്റയിലും ഒക്കെയുള്ള ബയോ തന്നെ, ഇൻസ്റ്റയിൽ എഫിലും എൻ്റെ ബയോ അതാണ്.
ഡിസ്ക്രിപ്ഷനിലും ഐ ഹാവ് ആ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്, ജെന്യൂൻ ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള ആളാണ്, ഓൾമോസ്റ്റ് ചിൽ പേഴ്സണാണ്. ലൈക്ക് എന്ന് വെച്ചാൽ ദേഷ്യനീ വരത്തില്ല, വിഷമം അല്ല, ബട്ട് ഓൾമോസ്റ്റ് ഒരു ഹാപ്പി ഈസി ഗോയിങ് ചിൽ കൂൾ പേഴ്സണാണ്. അങ്ങനത്തെ കൈൻഡ് ഓഫ് പേഴ്സൺ. എന്നെ അറിയുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അത് എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ചാടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത്ര സിമ്പിൾ കൂൾ ആളാണെന്നൊക്കെ മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ ബയോയിൽ തന്നെയുണ്ട് സിമ്പിൾ ചിൽ ഈസി ഗോയിങ് ഹാപ്പിനെസ് ഡ്രിവൻ പേഴ്സൺ. ദാറ്റ്സ് മീ. വലിയ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വേണം. ഞാൻ വളരെ ലിറ്റിൽ തിങ്സിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളാണ്. അതുപോലെ ചെറിയ കാര്യങ്ങൾ എനിക്ക് സംഭവം ദേഷ്യം ഒക്കെ തോന്നും. എനിക്ക് പറഞ്ഞിപ്പം എൻ്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്കിപ്പം ഒരു വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. സോ ഒരു 50 പൈസയുടെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചുമ്മാ അത് പുറത്ത് പോയി ഒരു 10 രൂപയ്ക്ക് ചായ കുടിച്ച് വന്നാലും ഐ വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. സോ അത്രയ്ക്ക് ഈസി കൂൾ ആളാണ് ഞാൻ. വാട്ട് ഐ ലവ് അബൌട്ട് മൈ സെൽഫ്, ഐ തിങ്ക് ഇത് തന്നെയാണ്. ലൈക്ക് വളരെ സിമ്പിൾ കൈൻഡ് ഓഫ് പേഴ്സൺ തന്നെയാണ് ഞാൻ. മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ് കീപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും മോസ്റ്റ്ലി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ മനസ്സിലാക്കിയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാൾ തന്നെയാണത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്, ഹൗ ഡു ഡു ദാറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഞാൻ പറഞ്ഞു ഞാൻ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ആൻഡ് വെരി ലിറ്റിൽ തിങ്സിന് ഒത്തിരി പ്രിഷ്യസ് ആയിട്ട് കാണുന്ന ആളാണ്. സോ ഐ തിങ്ക് അത് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള അങ്ങനെയൊന്നും അല്ല, ബട്ട് ഓൾമോസ്റ്റ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സ്മൈലിംഗ് ആയിട്ടിരിക്കാനേ ശ്രമിക്കാറുള്ളൂ ഓൾമോസ്റ്റ് എപ്പോഴും. സോ ഡിസ്ലൈക്ക് അബൌട്ട് മൈ സെൽഫ്, ഹസ്ബൻഡ് വേണമായിരുന്നു കൂടി എനിക്ക് പറഞ്ഞു. നമ്മളൊരു കപ്പിൾ വ്ലോഗ് ചെയ്യാം കേട്ടോ, അങ്ങനെ ഒരു ചെറുപ്പം കാണാൻ ഇഷ്ടമായിരിക്കുമല്ലോ. സോ വളരെ ഡിസ്ലൈക്ക് അബൌട്ട് മൈ സെൽഫ് ഐ തിങ്ക് ഞാൻ ഇമോഷണലാണ്, സെൻറ്റിമെൻ്റലാണ്, ടൈംസ് സെൻസിറ്റീവാണ്. ഐ ഫീൽ സോ. അപ്പോൾ ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒത്തിരി സന്തോഷിക്കണം. സോ അതുപോലെ ചെറിയ കാര്യങ്ങളിൽ ഡിസ്റ്റർബ്ഡ് ആവും, സങ്കടം വരും, കരയും, ദേഷ്യം വരും. സോ അത് നല്ലതാണോ ചീത്തയാണോ ചോദിച്ചാലുണ്ടോ? സോ അത് ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് എൻ്റെ ഇങ്ങനത്തെ സ്വഭാവത്തിൽ തന്നെ. ഓൾമോസ്റ്റ് മിക്ക ഫ്രണ്ട്സും ഒക്കെ ഞാനായിട്ട് വൈകിട്ട് പോകുന്നതിൻ്റെ മെയിൻ റീസൺ അവരിപ്പോഴും പറഞ്ഞു നീ ഭയങ്കര ഓവർ ജെന്യൂനാണ്, ഓവർ ഫ്രാങ്കാണ്, ഭയങ്കര ലോയലാണ്, യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പല കമൻസും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ചെറിയ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഈ ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോൾ അതും അക്സെപ്റ്റബിളായിട്ട് തോന്നാണ്ടിരിക്കാം. ഐ തിങ്ക് ഐ എം വെരി അണ്ടർസ്റ്റാൻഡിങ് ടു. ഓക്കെ, എന്തായാലും ഇനി പറഞ്ഞുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ചുമ്മാ പൊളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുമല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും കപ്പിൾ ബ്ലോഗൊക്കെ വരട്ടെ. അപ്പോൾ അതിൽ നമ്മളെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നതല്ല വേറൊരാൾ പറയുന്നതായിരിക്കും കൂടുതൽ അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ കേട്ട് നോക്കണം, എന്നിട്ട് നമ്മൾ പറയാം. ആൻഡ് വീക്ക്നെസ്. സോ സ്ട്രെങ്ത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഐ തിങ്ക് ഞാൻ എപ്പോഴും എന്താ പറയുക ലിറ്റിൽ തിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഓൾമോസ്റ്റ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഹാപ്പിനെസ്സിനും പീസുമാണ് മോസ്റ്റ്ലി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരുപാട് ഫിനാൻഷ്യലി സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. വളരെ യൂണിവേഴ്സിറ്റിക്കായിട്ട് ഉണ്ടായിട്ടുള്ള ആളാണ്. എനിക്ക് പറഞ്ഞത് വെരി അണ്ടർസ്റ്റാൻഡിങ്. സോ അതൊക്കെ തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയും. ഇപ്പം ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് തോന്നിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എനിക്ക് ഇൻസ്റ്റയിൽ ഡീം ചെയ്യണം. ഓക്കെ ഓക്കെ. സ്ട്രെങ്ത് വീക്ക്നെസ് വീക്ക്നെസ് എനിക്ക് തോന്നി എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ അത്രയും സ്നേഹിക്കും, അത്രയും വിശ്വസിക്കും. ഐ എം വെരി ലോയൽ, വെരി ട്രസ്റ്റ് വർത്തി ആണ് ഞാൻ. സോ ഞാൻ എല്ലാവരും നിന്നും ഒന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല. ബട്ട് നമ്മുടെ മോസ്റ്റ് ഡിയർ വൺസിൻ്റെയും ഓഫ് കോഴ്സ് വിൽ ബി എക്സ്പെക്ടിങ് ദാറ്റ്. നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ഫാമിലി, അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുമല്ലോ. ഇറ്റ്സ് കോമൺ. സോ
ഞാൻ അപ്പം എന്നോട് നമ്മൾ ട്രസ്റ്റ് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ലോയലായിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ അത്രയും ചത്ത് കിടന്ന് സ്നേഹിക്കും. ലൈക്ക് ഇവർ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ചത്ത് കിടന്ന് പണിയെടുക്കും, പട്ടി പോലെ പണിയെടുക്കും, അടിമ രീതിയിൽ നിൽക്കും. ഞാൻ ഓവറായിട്ട് വിശ്വസിക്കും, സ്നേഹിക്കും. യാ സോ ചില കാര്യങ്ങളിൽ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് ചിലപ്പോൾ. സോ തീർത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗെറ്റ് ടു നോ മീ. സോ നമ്മളൊരു 20-25 ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ തീർത്തു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. സോ അത് നമുക്ക് നോക്കിയിട്ട് വേറൊരു ബ്ലോഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല പേഴ്സണലി മെസ്സേജ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ദെൻ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലോ. സോ ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് വിചാരിച്ചിരുന്ന ആൻസർ അല്ല ഞാൻ പറഞ്ഞ, ലൈക്ക് ഇങ്ങനെയായിരുന്നു അല്ലേ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഏതെന്നൊക്കെ പറയണം കേട്ടോ. നിങ്ങൾ വിചാരിച്ചിരുന്ന എക്സ്പെക്ട് ചെയ്തിരുന്ന ആൻസേഴ്സ് എന്താ അതൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോസിൻ്റെ ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം. സോ ഹോപ്പ് യു ലൈക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു, ഐ ഹാഡ് ഫൺ. സോ നിങ്ങൾക്ക് അത് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് പറയാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. സോ ഇനി ഇതുപോലത്തെ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇനിയും ഇതുപോലുള്ള കണ്ടൻസുമായിട്ടൊക്കെ വീണ്ടും കാണാം. സോ ടിൽ ബൈ.